Hello guys, I'm back with a new video. ഇന്ന് നമ്മൾ ഓവർഹെഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മൂന്ന് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. മെറ്റീരിയൽ പഠിച്ചു കഴിഞ്ഞു, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിച്ചു കഴിഞ്ഞു, ബഡ്ജറ്റിംഗ് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഓവർഹെഡ്. ഈ ഓവർഹെഡും ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. എസ്സേ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ചാപ്റ്റർ ആണ് ഓവർഹെഡ്. സോ എന്താണ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൂടുതലായിട്ട് പ്രോബ്ലത്തിലേക്ക് വരാം. വാട്ട് ഈസ് ഓവർഹെഡ്? ഓവർഹെഡ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ it is the aggregate അല്ലെങ്കിൽ total of indirect material, indirect labor and indirect expense. ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, അതിലെ എല്ലാ ഇൻഡയറക്റ്റ് തിങ്സും ലൈക്ക് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിന്റെ ടോട്ടലാണ് നമ്മൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മൂന്ന് തിങ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുണ്ട്, അബ്സോർപ്ഷൻ പഠിക്കാനുണ്ട്, MHR that is machine hour rate. ഈ ത്രീ തിങ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇതിലെ മൂന്നെണ്ണം നമ്മൾ പഠിക്കും. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സ്പെൻസസ് ഉണ്ടാവും. ആ എക്സ്പെൻസസിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും എങ്ങനെ അപ്പോർഷൻ ചെയ്തു കൊടുക്കാന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണ് പ്രൈമറി ആയിട്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സ്ക്രീനിലെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എല്ലാവരും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഐറ്റംസും തന്നിട്ടുണ്ട്. എക്സ്പെൻസസ് ഓഫ് ദി പീരീഡ് വർ പവർ, ലൈറ്റിംഗ്, സ്റ്റോർസ് ഓവർഹെഡ്, വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് എക്സ്പെൻസസ് അപ്പോർഷൻ ചെയ്തു കൊടുക്കേണ്ടത്. അതാണ് എക്സ്പെൻസസ്. അത് എന്തിന്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്തു കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടെ സ്ക്രീനിലേക്ക് നോക്കുക. ഏതൊക്കെ എന്തിന്റെയൊക്കെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്തു വരേണ്ടത് എന്നുള്ളത് ഉണ്ടാവും. ജസ്റ്റ് നോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണാം ഏതൊക്കെ എന്തിന്റെയൊക്കെ ബേസിലാണ് അപ്പോർഷൻ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അതാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പോകാന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞ എക്സ്പെൻസസ് ആണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഫസ്റ്റ് എക്സ്പെൻസ് നോക്കാം. പവർ. പവർ എന്ന് പറയുന്നത് എക്സ്പെൻസസ് ഓഫ് ദി പീരീഡ് വേർ എന്ന് പറഞ്ഞിട്ട് തന്ന ഫസ്റ്റ് തിങ് ആണ് പവർ. പവർ എന്ന് പറയുന്നത് 1100. പവർ നമ്മൾ നോർമൽ ഇതിൽ പവർ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് ഒക്കെ ഡയറക്റ്റ് വേജ് ആയിരിക്കില്ല, മെറ്റീരിയൽ ആയിരിക്കില്ല, നമ്പർ ഓഫ് വർക്കേഴ്സ് ആയിരിക്കില്ല, ഇലക്ട്രിസിറ്റി കിലോ വാട്ട് അവർ പവർ ആണ്. സോ കിലോ വാട്ട് അവറിലാണ് നമ്മൾ അതിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇവിടെ ഏതാ എമൗണ്ട് ഏതാ പവർ കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവേഴ്സിന്റെ നോക്കാം. എ ക്ക് 6000, ബി ക്ക് 4500, സി ക്ക് 3000, എക്സ് ന് 1500, വൈ ക്ക് 1500. അപ്പോ നമ്മൾ എല്ലാത്തിന്റെ 0 ജസ്റ്റ് കട്ട് ചെയ്താൽ 60:45:30:15:15 ഈ റേഷ്യോയിൽ നമുക്ക് ഓരോന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് രണ്ട് സീറോസ് കട്ട് ചെയ്യുക എല്ലാത്തിന് 60:45:30:15:15. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എ ബി സി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ക്വസ്റ്റ്യൻ ഉണ്ടത് ജസ്റ്റ് ഞാൻ റിമൈൻഡ് ചെയ്തതാണ്. അപ്പൊ ഈ റേഷ്യോയിൽ വേണം നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഈ റേഷ്യോയിൽ നോർമലി എല്ലാവരും ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ 60/165 എന്ന് ചെയ്യുന്ന പരിപാടിയാണ്. അതല്ല ഈസി മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. കാൽക്കുലേറ്റർ എടുക്കുക എല്ലാവരും. കാൽക്കുലേറ്റർ ഉള്ളത് വളരെ ഉപകാരമാണ്. കാരണം എക്സാമിന് കാൽക്കുലേറ്റർ ഇല്ലാതെ നടക്കില്ല. അറ്റ്ലീസ്റ്റ് ഈ വലുപ്പമുള്ള ഒരു കാൽക്കുലേറ്റർ വാങ്ങാം. അല്ലെങ്കിൽ ഇതിനേക്കാൾ എത്ര വലുത് വാങ്ങാം, ഇതിനേക്കാൾ ചെറുത് വാങ്ങരുത്. അറ്റ്ലീസ്റ്റ് ഈ വലുപ്പം എടുക്കുക. ഓക്കെ, നോക്കുക. പവർ എന്ന് പറയുന്നത് 1100 ആണ് പവറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പവർ എന്നത് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ക്വസ്റ്റ്യനിൽ കാണാം കിലോ വാട്ട് അവർ. പവർ എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലേക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് കിലോ വാട്ട് അവറിന്റെ ബേസിസിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ പവർ കിലോ വാട്ട് അവറിന്റെ. സോ കിലോ വാട്ട് അവർ ക്വസ്റ്റ്യനിൽ ഉണ്ട്. നമ്മൾ ഓരോ സീറോസ് കട്ട് ചെയ്ത് കൊടുത്താൽ 60:45:30:15:15 കട്ട് ചെയ്യുമ്പോൾ സീറോസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നിൽ നിന്ന് എത്ര സീറോ ആണ് കട്ട് ചെയ്യുന്നത് അതേ സീറോസേ നെക്സ്റ്റിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ 6000 രണ്ട് സീറോസ് കട്ട് ചെയ്യണമെങ്കിൽ 4500 രണ്ട് സീറോസ് കട്ട് ചെയ്യണം. ഓരോന്നിനും 2 സീറോസ് വെച്ച് കട്ട് ചെയ്യണം. സോ 60:45:30:15:15 എങ്ങനെയാ ചെയ്യാന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് ഈസി മെത്തേഡ് ആണ്. നോർമലി ആരും കാണിച്ചു കൊടുക്കാറില്ല ഈ മെത്തേഡ് എങ്ങനെ ചെയ്യണം. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇത് യൂസ്ഫുൾ ആണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഇനി പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കാൻ പോവാണെങ്കിലും ഭയങ്കരമായിട്ട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡോളജി ആണിത്. ശ്രദ്ധിക്കുക. 1100 ആണ് എമൗണ്ട്. ആദ്യം നമ്മൾ ഇത് ടോട്ടൽ ചെയ്യാം. 60 + 45 കാൽക്കുലേറ്ററിൽ നോക്കാം. 60 + 45 + 30 + 15 + 15 that means 165. 165 ആണ് ടോട്ടൽ. ആലോചിച്ച് വെക്കാം 165. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും എഴുതി വെക്കാം തൽക്കാലം മനസ്സിലാവാൻ. 165 എഴുതി വെക്കാം. ഇനി ശ്രദ്ധിക്കുക എമൗണ്ട് 1100 ആണ്. സോ 1100 divided by 165. 165 നമ്മൾ ആഡ് ചെയ്തതാണ്. 1100 divided by 165 2 times into രണ്ട് പ്രാവശ്യം ഞെക്കണം. into ഞെക്കുക. ഫസ്റ്റ് വൺ എന്താ 60.
60 equal to. Second one is 45. 45 ഒന്നും ചെയ്യണ്ട, ഇങ്ങനെയുള്ളത് 45 equal to 299.999 എന്ന് പറഞ്ഞാൽ 300. 30 equal to 199.999 means 200. 15 equal to 99.999 ആണ് 100. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. ആദ്യം ഇത് ടോട്ടൽ 60 plus 45 plus 30 plus 15 plus 15. 60 plus 45 plus 30 plus 15 plus 15 is 165. ഈ 165 ഇനി എക്സിറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, 1100 divided by 165 into രണ്ട് പ്രാവശ്യം into അടിക്കുക. 60 equal to 399.999 എന്ന് വെച്ചാൽ 400. 45 equal to 299.99 means 300. 30 equal to. നല്ലോണം ശ്രദ്ധിക്കുക. again റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആവും. again and again നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഭയങ്കര ഈസിയാണ്, നല്ലോണം ടൈം സേവ് ചെയ്യുകയും ചെയ്യുക. നല്ല രസമാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ മെത്തേഡ് ഫോണിൽ കിട്ടില്ല. നിങ്ങൾ സെൽഫോണിൽ മൊബൈൽ ഫോണിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടില്ല, കാൽക്കുലേറ്റർ തന്നെ കിട്ടുള്ളൂ. സോ ബൈ എ കാൽക്കുലേറ്റർ. എക്സാമിന് ഫോൺ കൊണ്ടുപോകാൻ എന്തായാലും സമ്മതിക്കില്ല. കാൽക്കുലേറ്റർ ഇസ് എ മസ്റ്റ്. അറ്റ്ലീസ്റ്റ് ഈ വലിപ്പമുള്ള കാൽക്കുലേറ്റർ വാങ്ങാം. വലിയ അല്ലെങ്കിൽ ഇതിനെക്കാളും വലുത്, ഇതിനെക്കാളും ചെറിയ കാൽക്കുലേറ്റർ വാങ്ങാതിരിക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ലൈറ്റിംഗ് ആണ്. എക്സ്പെൻസിലെ സെക്കൻഡ് വൺ ആണ് ലൈറ്റിംഗ്. ലൈറ്റിംഗ് നടന്ന ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അതിന്റെ മുകളിൽ ലൈറ്റ് പോയിന്റ്സ്, നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ലൈറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 10:16:4:4. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആഡ് ചെയ്യാം. ഓക്കെ, 10 plus 16 plus 4 plus 6 plus 4 that is 40. Total is 40 കിട്ടും. Amount is 200. So 200 divided by 40. രണ്ട് പ്രാവശ്യം into ചെയ്യാ. into first one 10 ആണ്. 10 equal to so 50. next one 16 ആണ്. 16 equal to 80. അടുത്തത് 4 equal to 20. next one 6 ആണ്. 6 equal to 30. 4 equal to 20. ശ്രദ്ധിക്കുക, ഈസി ആണ്, ഒന്നുമില്ല ചെയ്യാൻ. റേഷ്യോ എടുക്കുക, കമ്പ്യൂട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, ഇനി തേർഡ് വൺ സ്റ്റോർസ് ഓവർഹെഡ് ആണ്. സ്റ്റോർസ് ഓവർഹെഡ് എന്ന് പറയുന്നത് സ്റ്റോർ എന്ന് പറയുന്നത് മെറ്റീരിയൽ ആയിട്ട് റിലേറ്റ് ആണ്. സോ ഡയറക്റ്റ് മെറ്റീരിയലിന്റെ ബേസ് കൊടുക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽ നോക്കുക. 15,000, 30,000, 30,000, 22,500, 22,500. നമുക്ക് 2 zeros കട്ട് ചെയ്യാം. 2 zeros കട്ട് ചെയ്താൽ 150, 300, 300, 225, 225. ഇതാണ് റേഷ്യോ. ഈ റേഷ്യോയിലാണ് 800നെ നമുക്ക് അപ്പോർഷൻ ചെയ്തു കൊടുക്കാൻ. സോ കാൽക്കുലേറ്ററിൽ ശ്രദ്ധിക്കുക. ഓക്കെ, സ്റ്റോർസ് ഓവർഹെഡ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നതിന്റെ രണ്ട് സീറോസ് കട്ട് ചെയ്യുക. 150 plus 300 plus 300 plus 225 plus 225 ചെയ്യുക. സോ 150 plus 300 plus 300 plus 225 plus 225. That means 1200 ആണ് ടോട്ടൽ. നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് 800 ആണ്. സോ 800 divided by 1200 into 2 times into a first one എന്ന് പറയുന്നത് 150 ആണ്. 150 equal to 99.999 means 100. next one 300 equal to 199.999 ആണ്. that means 200. next one 300 ആണ്. same തന്നെ. 225 equal to 225 equal to 149.99 means 150. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക ബാക്കിയുള്ളത് എങ്ങനെ ചെയ്യാന്ന്. വെൽഫെയർ ഓഫ് സ്റ്റാഫ് നോക്കാം. വെൽഫെയർ ഓഫ് സ്റ്റാഫ്സ് ആണ്. അപ്പൊ എന്തിന്റെ ബേസിൽ കൊടുക്കുക? നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ റേഷ്യോ നോക്കാം. 150:225:225:75:75. നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റിനാണ് ഡിപ്രീസിയേഷൻ വരിക. സോ വാല്യൂ ഓഫ് അസറ്റിന് നമ്മൾ കൊടുക്കുക. വാല്യൂ ഓഫ് അസറ്റ് ആണത് 30,000 എമൗണ്ടിനെ മേടിച്ചു കൊടുക്കുക. റിപ്പയർ എന്ന് പറയുന്ന അസറ്റിന് വരുന്നതാണ്. സോ അതും വാല്യൂ ഓഫ് അസറ്റിൽ കൊടുക്കുക. ജനറൽ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേജിന്റെ ഇതിലാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ. ഡയറക്റ്റ് വേജിന്റെ റേഷ്യോ നോക്കുക. ഈ റേഷ്യോയിൽ വിരിച്ചു കൊടുക്കുക. റെന്റ് എന്ന് പറയുന്ന ഇതിന്റെ റെന്റ് നമ്മൾ അങ്ങനെ കൊടുക്കുക. ഏരിയന്റെ ബേസ് ആണ്. സോ ഓൺ ദി ബേസ് ഓഫ് ഏരിയ കൊടുത്താൽ കിട്ടും. ഇനി രണ്ടെണ്ണം മെറ്റീരിയലും വേജും. നമ്മൾ ആക്ച്വലി പറഞ്ഞു ഓവർഹെഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് വേജും ആണ്. ഇതിലുള്ള മെറ്റീരിയലും വേജും വരും സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സിന്റെയും വൈന്റെയും മാത്രം വരുള്ളൂ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വരില്ല. കാരണം ഓവർഹെഡ് ആണ്. മെറ്റീരിയലും ലേബറും ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഒരിക്കലും ഓവർഹെഡ് അല്ല. ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്, ഇൻഡയറക്റ്റ് ലേബർ ആണ്. പക്ഷേ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജും വരും. അത് എപ്പോഴും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡ് ആണ്. സോ എക്സും വൈയും സർവീസ് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ എടുക്കണം.
ആക്ച്വൽ ആണ്. ഇത് 15,000 30,000 ആഡ് ചെയ്തതാണ് 45,000. 22,500 ആഡ് ചെയ്തതാണ് 45,000. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ചെയ്യുക. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ടോട്ടൽ ചെയ്ത ആൻസേഴ്സ് ആണ് 1,43,650, 17,700, 14,320. ടോട്ടൽ ചെയ്ത് കൊടുത്താൽ ആൻസർ കിട്ടും. സോ ഏതിന്റെ ബേസിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ആകെ എത്ര ചെയ്യാനുള്ളൂ, ബേസിൽ കൊടുക്കുക. കാൽക്കുലേറ്ററിന്റെ യൂസ് ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട്. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കൊടുത്താൽ ക്വസ്റ്റ്യൻ കിട്ടും. എസ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്ലൈ ചെയ്ത് കൊടുക്കുക, ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള അബ്സോർപ്ഷൻ ആണ്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്, അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഓവർഹെഡിനെയും ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിലേക്ക് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഓരോ ജോബിലേക്ക് നമ്മൾ ഓവർഹെഡിനെ ചാർജ് ചെയ്യുന്ന പരിപാടിക്കാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അബ്സോർപ്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെ റേറ്റ്സിലാണ് അബ്സോർബ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് ആണ് പെർസെന്റേജ് ഓഫ് ഡയറക്റ്റ് വേജ്, സെക്കൻഡ് വൺ പെർസെന്റേജ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്, തേർഡ് വൺ ഡയറക്റ്റ് ലേബർ അവർ, ഫോർത്ത് വൺ മെഷീൻ അവർ റേറ്റ്. ഓരോന്നിന്റെ ഫോർമുല എങ്ങനെ നോക്കാം. ഫോർമുല പഠിക്കാൻ ഒരു ഐഡിയ ഉണ്ട്, കാണാതെ പഠിച്ചേക്കണ്ട. പെർസെന്റേജ് ഓഫ് ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് വേജിന്റെ പെർസെന്റേജിലാണ് നമ്മൾ ഓവർഹെഡ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. സോ ഓവർഹെഡ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂമറേറ്റർ ആയി ഓവർഹെഡ് അല്ലെങ്കിൽ ഓവർഹെഡ് ന്യൂമറേറ്റർ ആയിട്ട് എപ്പോഴും ഓവർഹെഡ് വരിക, ഡിനോമിനേറ്റർ ആയിട്ട് ഡയറക്റ്റ് വേജ് ആണെങ്കിൽ ഡയറക്റ്റ് വേജ്, പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻടു 100. സോ ഓവർഹെഡ് എപ്പോഴും ന്യൂമറേറ്റർ ഓവർഹെഡ് മുകളിൽ വരും. ചേഞ്ച് ആയി പോയാൽ കംപ്ലീറ്റ് ആൻസർ തെറ്റും. ഓവർഹെഡ് ആണ് ന്യൂമറേറ്റർ ഓവർഹെഡ് എന്ന് ആലോചിക്കുക. സോ ന്യൂമറേറ്റർ overhead ആയിരിക്കും divided by direct wage. Second one, percentage of material cost. Material cost ആണ് overhead divided by direct material cost. Direct material cost. എന്താണ് ഉള്ളത്? overhead ചെയ്യാൻ പറഞ്ഞ overhead ആണ്, മുകളിലാണ്, താഴത്തെ എന്ത് വരും? material cost percentage ആണ്, അതുകൊണ്ട് into 100 വരും. അത് direct labor hour ആണ്. അപ്പോൾ overhead divided by direct labor. machine hour rate ആയതുകൊണ്ട് overhead divided by machine hours. എന്താണോ ഓവർഹെഡ് എപ്പോഴും മുകളിലാണ് വരിക, എന്താണോ ഐറ്റം അത് താഴെ ഇട്ട് കൊടുത്താൽ ഐറ്റം കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മെറ്റീരിയൽ യൂസ്ഡ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് വേജ് തന്നിട്ടുണ്ട്, ലേബർ അവേഴ്സ് തന്നിട്ടുണ്ട്, അവേഴ്സ് ഓഫ് മെഷീനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ട്, ഓവർഹെഡ് തന്നിട്ടുണ്ട്. നമുക്ക് അബ്സോർപ്ഷൻ റേറ്റ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് 4 റേറ്റ് കണ്ടുപിടിക്കാം. 4 എണ്ണം കണ്ടുപിടിക്കാണ്ട് മെറ്റീരിയലിന്റെ ഇതിലും വേജ്, ലേബർ അവേഴ്സ്, മെഷീൻ അവർ റേറ്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പെർസെന്റേജ് ഓഫ് മെറ്റീരിയലിന്റെ ഫോർമുല എന്തായാലും ഓവർഹെഡ് ഡിവൈഡ് ബൈ മെറ്റീരിയൽ. ഓവർഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓവർഹെഡ് ചാർജ് ടു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് 25,000. സോ 25,000 ഡിവൈഡ് ബൈ മെറ്റീരിയൽ യൂസ്ഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 36,000 into 100 എന്ന് പറയുന്നത് നമ്മുടെ പെർസെന്റേജ് കാണിക്കാനാണ്. സോ 25,000 divided by 36,000 into 100 ചെയ്താൽ 69.44%. 69.44 എന്ന കാൽക്കുലേറ്റർ ഉണ്ടാകുമ്പോൾ നമ്മൾ പെർസെന്റേജ് ഇടണം, കാരണം നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. Second one is percentage of direct wage. Overhead നേരത്തെ എടുത്ത പോലെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡയറക്റ്റ് വേജ്. സോ 25,000 divided by 30,000 into 100, 83.33%. ആ പെർസെന്റേജ് ഇടണം, അല്ലെങ്കിൽ റുപ്പീസ് ആയിപ്പോ പെർസെന്റേജ് into 100 ചെയ്യുന്നത് നമ്മൾ പെർസെന്റേജ് കാണിക്കാനാണ്. ഇനി ഡയറക്റ്റ് ലേബർ അവേഴ്സ് ആണ്. അപ്പം പെർസെന്റേജ് മൾട്ടിപ്ലൈ ചെയ്തത് 25,000 divided by 12,000 മാത്രമേ ഉള്ളൂ. into 100 എന്ന് പറയുന്ന പരിപാടി ഡയറക്റ്റ് ലേബർ അവേഴ്സ് ആയതുകൊണ്ട് പെർസെന്റേജ് ഇല്ല. സോ into 100 ചെയ്യാൻ പാടില്ല. 25,000 divided by 12,000 is equal to 2.083. And last but not the least, machine hour rate is equal to 25,000 divided by 20,000. ഇവിടെ hours ആണ്. സോ into 100 ചെയ്യാൻ പാടില്ല, 1.25. ഇത്രയുള്ളൂ. 25,000 divided 36,000 into 100 ചെയ്താൽ പെർസെന്റേജ് കാണിക്കണം. into 100 ചെയ്യുന്ന പെർസെന്റേജ് കാണിക്കണം, hours പെർസെന്റേജ് കാണിക്കില്ല. വെരി ഈസി പ്രോബ്ലം ആണ്. 4 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ല പ്രോബ്ലം ആണിത്. വെരി ഈസി. 4 മെത്തേഡ് ചോദിക്കുക. ഓരോ മെത്തേഡിനും ഓരോ മാർക്ക് ആയിരിക്കും. 4 മാർക്കും എന്തായാലും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റ് ആണ് ബാക്കി പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി 2 തിങ്സ് പഠിച്ചു കഴിഞ്ഞു. തേർഡ് തിങ് ആണ് ഓവർഹെഡ് എന്ന ചാപ്റ്ററിലെ തേർഡ് വൺ ആണ് മെഷീൻ അവർ റേറ്റ്. നമ്മൾ അബ്സോർപ്ഷന്റെ റേറ്റ്സ് പഠിച്ചു, ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, പിന്നെ തേർഡ് വൺ ആണ് മെഷീൻ അവർ റേറ്റ്. ഇത് മെസ്സേജ് ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാറുള്ള തിങ് ആണ് മെഷീൻ അവർ റേറ്റ്. പെർ അവറിൽ പർട്ടിക്കുലർ മെഷീന് എത്ര റേറ്റ് ആവും, മെഷീൻ അവർ റേറ്റ്. അവറിൽ എത്ര റേറ്റ് ആവും എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ മെഷീൻ അവർ റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഫർദർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് നോക്കിക്കോളൂ. സ്ക്രീനിൽ പ്രോബ്ലം കാണാം, ശ്രദ്ധിക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. മെഷീൻ അവർ റേറ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മെഷീൻ അവർ റേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 ചാർജസ് ഉള്ളത്. ഒന്ന് സ്റ്റാൻഡിംഗ് ചാർജ്, 2 മെഷീൻ എക്സ്പെൻസ്. സ്റ്റാൻഡിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ചാർജും, മെഷീൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മെഷീൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസും.
രണ്ട് ചാർജ് ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ എഴുതാം സ്റ്റാൻഡിങ് ചാർജ്. സ്റ്റാൻഡിങ് ചാർജ് അണ്ടർലൈൻ ചെയ്യാം. കുറച്ച് സ്പേസ് ഇവിടെ ഒരു 4 ഐറ്റം എഴുതാം. ഇവിടെ മെഷീൻ എക്സ്പെൻസ്, ചില ടെക്സ്റ്റ് ബുക്കിൽ കാണാം റണ്ണിങ് ചാർജിന് രണ്ടും സെയിം ആണ്, സ്റ്റാൻഡിങ് ചാർജും മെഷീൻ എക്സ്പെൻസും. ഓക്കെ, അപ്പൊ ഈ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് ചാർജും റണ്ണിങ് ചാർജും. അപ്പൊ ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് തന്നെ സ്പേസ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, എക്സ്പെൻസ് അല്ല എടുക്കണ്ട. പിന്നെ സ്പേസ് ഓക്യുപൈഡ് ബൈ ദി മെഷീൻ, മെഷീൻ എത്ര സ്പേസ് ഓക്യുപൈ ചെയ്തെന്ന് പറഞ്ഞാൽ അതും എടുക്കൂല. കോസ്റ്റ് ഓഫ് ദി മെഷീൻ, നമ്മൾ കോസ്റ്റ് നേരെ എടുക്കാൻ പറ്റില്ല, എക്സ്പെൻസസ് എടുക്കാൻ പറ്റുള്ളൂ. ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ചാർജിൽ എടുത്താലും മെഷീൻ എക്സ്പെൻസിൽ എടുത്താലും കുഴപ്പമില്ല, രണ്ടും റൈറ്റ് ആണ്. നമുക്ക് തൽക്കാലം മെഷീൻ എക്സ്പെൻസ് കുറച്ചും കൂടെ, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന മെഷീനായിട്ട് റിലേറ്റ് ചെയ്താൽ മെഷീൻ എടുക്കാം. സോ ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷന്റെ ക്വസ്റ്റ്യനിലേക്ക് 7.5% വന്നിട്ട് ഡിപ്രീസിയേഷന്റെ റേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 7.5% എന്തിന്റെ മുകളിൽ വെച്ചാൽ കോസ്റ്റ് ഓഫ് ദി മെഷീൻ, മെഷീന്റെ മുകളിലാണ് നമുക്ക് ഡിപ്രീസിയേഷൻ റേറ്റ് എടുക്കേണ്ടത്. സോ കാൽക്കുലേഷൻ ചെയ്യാനുള്ളത് നമ്മുടെ 20,000 into 7.5% ചെയ്താൽ നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടും. ഞാൻ പറഞ്ഞു പെർ അവർ ആണ്, നമുക്ക് റേറ്റ് പെർ അവർ കണ്ടെത്തണം. ഈ 20,000 into 7.5% per annum എന്നാണ് 1 ഇയറിലേക്കുള്ളതാണ് ഈ 7.5%. നമുക്ക് കിട്ടേണ്ടത് പെർ അവറിലേക്കുള്ളതാണ്. സോ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ കാണുന്നത് നോർമൽ റണ്ണിംഗ് ഓഫ് ദി മെഷീൻ 2000 hours ആണ് ഒരു മെഷീൻ നോർമലി റൺ ചെയ്യുക. പെർ അവർ കണ്ടുപിടിക്കാൻ ഡിവൈഡഡ് ബൈ 2000 ചെയ്താൽ 2000 hours ചെയ്തു കൊടുത്താൽ നമ്മൾ കറക്റ്റ് ആൻസർ കിട്ടും 0.75. ഇനി സെക്കൻഡ് തിങ് നോക്കാം. ഡിപ്രീസിയേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. നോർമൽ റണ്ണിംഗ് ഓഫ് ദി മെഷീൻ എന്തിനാന്നുള്ളത് നമ്മൾ കാണിച്ചു. ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം പവർ കൺസ്യൂംഡ് ബൈ ദി മെഷീൻ ആസ് ഷോൺ ബൈ മീറ്റർ. പവർ, ഓക്കേ, പവറും മെഷീൻ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ പവർ എടുക്കാം നമുക്ക്. പവർ എന്ന് പറയുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് 3000 എന്ന് പറയുന്നത് പെർ ആനം ഒരു ഇയറിലേക്കുള്ളതാണ്. നമുക്ക് പെർ അവറിലേക്കാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 3000 ഡിവൈഡ് ബൈ നേരത്തെ ചെയ്ത പോലെ തന്നെ 2000 എന്ന് പറയുന്നത് റണ്ണിംഗ് അവേഴ്സ് ആണ്, മെഷീന്റെ റണ്ണിംഗ് അവേഴ്സ് ആണ്. 3000 ഡിവൈഡ് ബൈ 2000 ചെയ്താൽ നമുക്ക് 1.5. ഇനി നെക്സ്റ്റ് തിങ് നോക്കാം. എസ്റ്റിമേറ്റഡ് റിപ്പയർസ് ആൻഡ് മെയിന്റനൻസ് ത്രൂ ഔട്ട് ദി വർക്കിംഗ് ലൈഫ് ഓഫ് ദി മെഷീൻ. അതാണ് അവിടെയുള്ള അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് നേരത്തെ തന്ന രണ്ട് ഡേറ്റ എന്ന് പറയുന്നത് ഇയറിലേക്കുള്ളതാണ് തന്നത്. ഇവിടെ നമുക്ക് ത്രൂ ഔട്ട് ദി ലൈഫ് തന്നത്. ത്രൂ ഔട്ട് ദി ലൈഫ് തന്നത് നമ്മുടെ നോർമൽ റണ്ണിംഗ് അവേഴ്സ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത് ഒരു ഇയറിലേക്കുള്ളതാണ്. സോ 5200 ത്രൂ ഔട്ട് ദി ഇയർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു ഇയറിലേക്ക് കാണാം. ടോട്ടൽ ലൈഫ് നോക്കുക, 13 ഇയേഴ്സ് ഓഫ് ലൈഫ് ഉണ്ട് മെഷീന്. സോ 5200 ഡിവൈഡ് ബൈ 13 ചെയ്താൽ 1 ഇയറിൽ എത്രയെന്ന് കിട്ടും. അഗൈൻ അത് ഡിവൈഡ് ബൈ 2000 ചെയ്താൽ പെർ അവർ എത്രയെന്നുള്ളത് കിട്ടും. നേരത്തെ നമ്മൾ ഡിവൈഡ് ബൈ 13 ചെയ്തില്ല, കാരണം തന്ന ഡേറ്റ എന്ന് പറയുന്നത് 1 ഇയറിലേക്കായിരുന്നു. ഈ തന്നത് ത്രൂ ഔട്ട് ദി ലൈഫ് ഓഫ് ദി മെഷീൻ ആണ്. ലൈഫ് 13 ഇയേഴ്സ് ഉണ്ട്. സോ 5200 ഡിവൈഡ് ബൈ 13 ഇയേഴ്സ് ചെയ്താൽ 1 ഇയറിന് എത്രയാണ് കിട്ടും. ഡിവൈഡ് ബൈ 2000 hours ചെയ്താൽ പെർ അവർ എത്രയാണ് കിട്ടും. 0.2. ഈ നെക്സ്റ്റ് റിയോഗ സർവീസ് സപ്ലൈസ്. നോർമൽ ആയിട്ട് നമ്മളെ കുറച്ച് സപ്ലൈസ് ആയിട്ട് തന്നത് ഇൻക്ലൂഡിംഗ് ഓയിൽ വേസ്റ്റേജ് ഒക്കെ മെഷീൻ ആയിട്ട് റിലേറ്റഡ് ആണ്. സോ 600 ആണ് എമൗണ്ട്. 600 പെർ ആനം തന്നത് ഒരു ഇയറിലേക്കാണ്. 600 നമുക്ക് പെർ അവറിലേക്ക് കണ്ടുപിടിക്കേണ്ടത് 2000 hours ഉണ്ട്. 600 ഡിവൈഡ് ബൈ 2000 hours ഉണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെർ അവറിന് എത്രയാണ് കിട്ടും. 0.3. സിമ്പിൾ ആണ്. നോക്കുക, ഫസ്റ്റത്തെ 2000 into 7.5% പെർ ഇയർ ഡിപ്രീസിയേഷൻ കിട്ടും. ഡിവൈഡ് ബൈ 2000 hours ആണ് നോർമൽ റണ്ണിംഗ് ഓഫ് ദി മെഷീൻ ആണ്. 2000 ചെയ്താൽ നമുക്ക് പെർ അവറിന് എത്ര എന്നുള്ളത് കിട്ടും. ഇതും അതുപോലെ ചെയ്യാം. ഇതിന്റെ നോക്കുക, എന്റെ ലൈഫിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ 5200 ഡിവൈഡ് ബൈ 13 ചെയ്താൽ പെർ ഇയറിലേക്ക് കിട്ടും. ഡിവൈഡ് ബൈ 2000 ചെയ്താൽ പെർ അവറിലേക്ക് കിട്ടും. ഇത് കംപ്ലീറ്റ് ചെയ്തു. മെഷീൻ അവേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാൻഡിംഗിലേക്കുള്ളത് നോക്കാം. സ്റ്റാൻഡിംഗ് ചാർജസ് നോക്കാം. ഓക്കേ, ഇനി നോക്കാം ക്വസ്റ്റ്യനിലേക്ക് വരാം. അതർ എക്സ്പെൻസസ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിന്റെ ബാക്കി അതർ എക്സ്പെൻസസ് ആണ്, അതായത് നമ്മുടെ സ്റ്റാൻഡിംഗ് ചാർജസ് ആണ് തരുന്നത്. ക്വസ്റ്റ്യൻ നോക്കണം. ഡിപ്പാർട്ട്മെന്റിനാണ് തന്നത്, നമുക്ക് വേണ്ടത് ഒരൊറ്റ മെഷീൻ്റെതാണ്. ഡിപ്പാർട്ട്മെന്റിനാണ് തന്നത്, നമുക്ക് വേണ്ടത് ഒരൊറ്റ മെഷീനാണ്. സോ ഡിപ്പാർട്ട്മെന്റിന്റെ റെന്റ് ആണ് 9000. 9000 എന്ന് പറയുന്ന റെന്റ്. ഇനി ക്വസ്റ്റ്യന്റെ ഫസ്റ്റിലേക്ക് വരാം. സ്പേസ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് 10,000 സ്ക്വയർ മീറ്റർ. ഈ 10,000 സ്ക്വയർ മീറ്റേഴ്സിനുള്ളതാണ് 9000 എന്ന് പറയുന്ന റെന്റ്. 10,000 സ്ക്വയർ മീറ്റർ യൂസ് ചെയ്യാൻ നമ്മൾ 9000 റെന്റ് കൊടുക്കണം. പക്ഷേ ക്വസ്റ്റ്യന്റെ അടുത്ത് നോക്കുക, സ്പേസ് ഓക്യുപൈഡ് ബൈ ദി മെഷീൻ 2000 സ്ക്വയർ മീറ്റർ ആണ്.
മെഷീനാകെ 2000 സ്ക്വയർ മീറ്റർ മതി. സോ 9000 ആണ് നമ്മുടെ റേറ്റ്. ഡിവൈഡ് ബൈ 10000 ചെയ്താൽ ഒരു സ്ക്വയർ മീറ്ററിന് എത്ര ആണ്? ജസ്റ്റ് ഫോർ 1 സ്ക്വയർ മീറ്റർ എത്രയാണ് റെന്റ് ആവുക? ഇൻടു 2000 ചെയ്താൽ 2000 സ്ക്വയർ മീറ്റർ. ശ്രദ്ധിക്കുക, റെന്റ് എന്ന് പറയുന്നത് 9000 ആണ്. അത് ഡിപ്പാർട്ട്മെന്റിന്റെ റെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് 10000 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ഡിവൈഡ് ചെയ്താൽ 1 സ്ക്വയർ മീറ്ററിന് എത്ര കിട്ടും? ഇൻടു 2000 ചെയ്താൽ 2000 സ്ക്വയർ മീറ്ററിന് എന്താണ്? എമൗണ്ട് എഴുതി വെക്കാം 1800. നമ്മൾ ഇവിടെ നേരത്തെ അപ്പോൾ തന്നെ അവേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് ചാർട്ടിൽ അങ്ങനെ ചെയ്യേണ്ട, ടോട്ടൽ എഴുതിയതിനു ശേഷം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ കിട്ടിയ ആൻസർ ഇവിടെ എഴുതി വെക്കുക. ശ്രദ്ധിക്കാം, നേരത്തെ നമ്മൾ അപ്പോൾ തന്നെ അവേഴ്സ് ഡിവൈഡ് ചെയ്തിട്ട് പെർ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്യേണ്ട, എമൗണ്ട് കണ്ടിട്ട് ലാസ്റ്റ് ടോട്ടൽ ചെയ്തിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഈ സെക്കൻഡ് വൺ നോക്കാം. ഓക്കെ, ഇനി നോക്കാം രണ്ടാമത്തെ തിങ്, ലൈറ്റിംഗ്. ലൈറ്റിംഗ് ബ്രാക്കറ്റ് എഴുതിയിട്ടുണ്ട്. ടു ബി അപ്പോർഷൻഡ് അക്കോർഡിംഗ് ടു ദ വർക്കേഴ്സ് എംപ്ലോയ്ഡ്. വർക്കേഴ്സ് എംപ്ലോയ് ചെയ്തതിന്റെ ബേസിസിലാണ് ലൈറ്റിംഗ് കൊടുക്കുന്നത്. അപ്പൊ ലൈറ്റിംഗിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 400 ആണ്. ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരാം. There are 16 workers in the department of whom 4 attended to the machine and the remaining to the other machine. So നമ്മുടെ മെഷീനിൽ വെറും 4 ആൾക്കാരേ ഉള്ളൂ. തന്ന 400 എന്ന് പറയുന്നത് 16 വർക്കേഴ്സിനുള്ളതാണ്. നമുക്ക് 4 വർക്കേഴ്സിനുള്ള കണ്ടുപിടിച്ചാൽ മതി. സോ 400 ഡിവൈഡ് ബൈ 16 ചെയ്താൽ 1 വർക്കറിന് എത്രയാണ് കിട്ടും? ഇൻടു 4 ചെയ്താൽ 4 വർക്കേഴ്സിന് എത്രയാണ് കിട്ടും? സിമ്പിൾ ആണ്. 16 വർക്കേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. 4 വർക്കേഴ്സ് നമ്മുടെ മെഷീനിലുള്ളൂ. സോ 400 ആണ് ഡിപ്പാർട്ട്മെന്റിന്റേത്. 400 ഡിവൈഡ് ബൈ 16 ചെയ്താൽ 1 വർക്കറിന് എത്രയാണ് കിട്ടും? ഇൻടു 4 ചെയ്താൽ 4 വർക്കേഴ്സിന് എത്രയാണ് കിട്ടും? ദാറ്റ് ഈസ് 100. ഓക്കേ, ഇനി തേർഡ് വൺ നോക്കാം. ഓക്കേ, ഇനി സൂപ്പർവിഷൻ നോക്കാം. 1250 ആണ് സൂപ്പർവിഷൻ. And the third adjustment വായിക്കുക. It is ascertained that the degree of supervision required by the machine is 2/5 and 3/5 being devoted to other machines. So ഈ മെഷീനിന് ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് 2/5 ഉള്ളൂ. സോ നമ്മൾ എമൗണ്ട് എന്ന് പറയുന്നത് 1250 ആണ്. ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് 2/5. സോ 1250 into 2/5 ചെയ്താൽ നമുക്ക് 500 കിട്ടും. ഇനി ലാസ്റ്റ് വൺ നോക്കാം. ലാസ്റ്റ് വൺ is other charges. Other charges എന്ന് പറഞ്ഞ എമൗണ്ട് തന്നത് 5000. Other charges എങ്ങനെ ചെയ്യാൻ വെച്ചാൽ ടോട്ടൽ ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് there are 5 identical machines. 5 identical machines-നും കൂടെ other charge ആണ് 5000. നമുക്ക് ഒരൊറ്റ മെഷീൻ എടുക്കാനുള്ളൂ. സോ 5000 ഡിവൈഡ് ബൈ 5 ചെയ്താൽ ഒരു മെഷീൻ എത്ര കിട്ടും? നമ്മുടെ മെഷീൻ ഇൻടു 1. ഒരൊറ്റ മെഷീനാണ് 5 മെഷീനും കൂടെ ഉള്ളതാണ് 5000. സോ 1 മെഷീൻ എത്ര ആയിരിക്കും? 1000. ഓക്കേ, ഇതും കംപ്ലീറ്റ് ആയി. സോ എല്ലാ ചാർജസും കംപ്ലീറ്റ് ആയി. നമ്മൾ എടുക്കാൻ വേണ്ടി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കാം. ഓക്കേ, നോക്കുക. ഇവിടെ അതർ ചാർജസ് 5000 ഡിവൈഡ് ബൈ 5 ചെയ്താൽ 5 മെഷീൻസിന് നമുക്ക് 1 മെഷീൻ മതി. ഇൻടു 1 ചെയ്താൽ 1000 കിട്ടും. ഇനി എങ്ങനെ ചെയ്യാൻ നോക്കാം? സ്റ്റാൻഡിംഗ് ചാർജ് പെർ അവർ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇത് ടോട്ടൽ ചെയ്യാം. 1800 പ്ലസ് 100 പ്ലസ് 500 പ്ലസ് 1000 ചെയ്താൽ നമുക്ക് 3400 per ഇയറിലേക്കാണ് കിട്ടുക. നമുക്ക് പെർ അവറിലേക്കാണ് കിട്ടേണ്ടത്. ഡിവൈഡ് ബൈ 2000 hours ചെയ്താൽ പെർ അവറിലേക്കുള്ളത് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ടോട്ടൽ ചെയ്യാം. ഇത് ഫുൾ ആയിട്ട് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 4.45. 4.45 എന്ന് പറയുന്നതാണ് മെഷീൻ അവർ റേറ്റ്. MHR കഴിഞ്ഞു, മെഷീൻ അവർ റേറ്റ് കഴിഞ്ഞു. ഒരു ഔട്ട്ലൈൻ തരാം, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. സ്റ്റാൻഡിംഗ് ചാർജസിന്റെ മാത്രം നമ്മൾ ടോട്ടൽ കണ്ടു വെച്ചിട്ട് ലാസ്റ്റ് ചെയ്താൽ മതി. സ്റ്റാൻഡിംഗ് ചാർജ് പെർ അവർ ഇത് ടോട്ടൽ ചെയ്യാം. ഡിവൈഡ് ബൈ 2000 hours ചെയ്താൽ പെർ അവർ എത്ര എന്നുള്ളത് കിട്ടും. ബട്ട് റണ്ണിംഗ് ചാർജസിന്റെ അപ്പോൾ തന്നെ ചെയ്യാം. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. ആൻസറിൽ അണ്ടർലൈൻ ഒന്നും ഇങ്ങനെ ചെയ്ത് വെക്കാൻ നിൽക്കണ്ട, അത് കോളം ആക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാവാനോ കൺഫ്യൂഷൻ വരാതിരിക്കാനുമാണ് ഞാൻ ഈ ലൈൻ വരച്ചത്. എന്തുകൊണ്ട് ഇനി ഇത് ലൈൻ വരച്ചു ഇവിടെ ലൈൻ വരച്ചില്ല എന്നുള്ള ചോദ്യം വരാതിരിക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഗൈസ്, ഓവർഹെഡ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു. നമ്മൾ പഠിച്ചു, ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, അബ്സോർപ്ഷൻ റേറ്റ്സ് പഠിച്ചു, മെഷീൻ അവർ റേറ്റ് പഠിച്ചു. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ലീവ് ചെയ്യരുത്. സോ ഈ ചാപ്റ്റർ ഇവിടെ തീരാണ്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫർദർ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും കോൺടാക്ട് മൈ നമ്പർ 7356-102-202. And this video is powered by ECLAT, the Study Center for CMA India and CMA USA. Thank you.